നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം വളരെ വ്യത്യസ്തനായ ഒരു പ്രധാനമന്ത്രിയാണെന്ന് ഇതിനകം തെളിയിച്ച ആളാണ്. അദ്ദേഹം എപ്പോഴും എല്ലാ തലമുറകൾക്കൊപ്പം മോദിയുണ്ട്. ന്യൂജൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം നിങ്ങളുടെയൊക്കെ തലമുറപ്പെട്ട ആളോട് സംവദിക്കാൻ അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വളരെ സജീവമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മോദിയുമായി ബന്ധപ്പെട്ട് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഏറ്റവും സന്തോഷകരമായ വാർത്തയാണ് വന്നത്. ഒരുപക്ഷെ എന്നെക്കാൾ ഈ വിഷയം പറയാൻ അർഹതയുള്ളത് ജസ്റ്റിനാണ്. വ്യത്യസ്തൻ എന്നതിനേക്കാൾ ഉപരി എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹം കാലത്തിനൊപ്പം സഞ്ചരിച്ചു എന്നത് തന്നെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ ടെക്നോളജി എന്ന് പറയുന്ന സാധനം ദിവസം തോറും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കളിൽ പലരും ഈ ടെക്നോളജിയുടെ കാര്യത്തിൽ നമ്മുടെ പഴയ നേതാക്കളിലേ ഉള്ളൂ ഈ ടെക്നോളജിയെക്കുറിച്ച് വലിയ ധാരണയില്ല. ഇന്നത്തെ ഈ ചെറുപ്പക്കാരായിട്ടുള്ള നേതാക്കൾക്ക് ടെക്നോളജി എന്താ എങ്ങനെ എന്നുള്ളതനുസരിച്ചായിരിക്കും അവർ അവരുടെ രാഷ്ട്രീയത്തെയും അത്തരത്തിൽ വളർത്തിക്കൊണ്ടിരുന്നത്. സോഷ്യൽ മീഡിയ വഴി തന്നെയാണ് അത് സ്വന്തമായിട്ട്, അല്ലെങ്കിൽ ആളിനെ വെച്ചൊക്കെ തന്നെയാണ് അത്. അപ്പം ഇത് കൃത്യമായി അതിന്റെ പരമാവധി സാധ്യതകളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് നീങ്ങുക എന്നുള്ള ഒരു രീതിയാണ് പ്രധാനമന്ത്രി ഇവിടെ ഉപയോഗിച്ചത്. ഇൻസ്റ്റഗ്രാമിന്റെ ഒരു ഇപ്പം അതിൽ ഇന്നിപ്പം വന്നിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൽ മോദിയുടെ ഫോളോവേഴ്സ് 40 ലക്ഷത്തോളം കൂടിയിട്ട് 105 മില്യണായി അദ്ദേഹത്തിന്റെ 10.5 കോടി അത്ര ആളുകൾ. അതായത് ലോകത്തിൽ തന്നെ ലോക നേതാക്കളിൽ ടോപ്പ് 1 മോദി എത്തിയിരിക്കുന്നത്. ഏറ്റവും അധികം ഫോളോവേഴ്സ് ഉള്ള ലോക നേതാക്കൾ നമ്മൾ ശ്രദ്ധിക്കണം. ലോക നേതാക്കളിൽ ഏറ്റവും അധികം ഇൻസ്റ്റയിൽ ഫോളോവേഴ്സ് ഉള്ളത് നരേന്ദ്രമോദിക്കാണ്. ട്രംപ് പോലും അതിന് പിന്നിലാണ്. നമ്മൾ ട്രംപിന്റെ കാര്യം 5 കോടി താഴെ ഉള്ളൂ. ട്രംപിന് 4.4 കോടിയാണ് ട്രംപിന്റെ ഫോളോവേഴ്സിന്റെ. അപ്പൊ ട്രംപിന്റെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം, അമേരിക്കയൊക്കെ എന്തുകൊണ്ടും ടെക്നോളജിയുടെ കാര്യത്തിൽ ഒരുപാട് നമ്മളെ നിൽക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അവിടുത്തെ ഒരു നേതാവിന് കിട്ടാത്ത സ്വീകാര്യത ആഗോളതലത്തിൽ മോദിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ മോദി കഴിഞ്ഞ ദിവസമായിട്ട് ഈ CJP പ്രതിഷേധവുമായിട്ട് അനുബന്ധിച്ചിട്ട 3 വീഡിയോയും ഇൻസ്റ്റാഗ്രാമിൽ വലിയ ഹിറ്റാണ്. അപ്പം ഇൻസ്റ്റാഗ്രാം റെക്കോർഡാണ്, നല്ല വ്യൂസ് ആണ് അതിന് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വ്യൂസും റീച്ചും കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഇൻസ്റ്റാഗ്രാം മാറിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ കടത്തി വെട്ടുന്നത്, അതായത് നമ്മളിപ്പോൾ ഒരു ഫോട്ടോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നതും ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഇൻസ്റ്റാഗ്രാമിലായിരിക്കും അത് കൂടുതൽ പേർ കാണുക. അപ്പം മോദിയെ സംബന്ധിച്ച് നമ്മുടെ ഈ ലോക നേതാക്കളുടെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് എന്നും X ആണ്, അല്ലെ പഴയ ട്വിറ്റർ. അതാണ് കൂടുതൽ ഉപയോഗിക്കാറുള്ളത്. അപ്പം അതാണ് നമ്മൾ ലോക നേതാക്കളുടെ നിലപാടുകൾ കാണുമ്പോഴും അല്ലെങ്കിൽ അവരുടെ വിശദീകരണ കുറിപ്പുകളൊക്കെ പൊതുവെ നമ്മൾ കാണുന്നത് Xലാകും. ഇവിടെയാണ് മോദി കൃത്യമായിട്ട് വ്യത്യസ്തമായ ഒരു മാർഗം സ്വീകരിച്ച്, അതായത് ന്യൂജന്റെ ഇന്നത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം തന്നെയാണ്. അപ്പോൾ ആ ന്യൂജൻ പൾസ് തിരിച്ചറിഞ്ഞുകൊണ്ട് കൃത്യമായിട്ടൊരു ഇടപെടൽ നടത്താനായിട്ട് മോദിക്ക് സാധിച്ചു. അദ്ദേഹം ഇടപെട്ടതും കൃത്യമായിട്ട് തന്നെ ഇടപെട്ടത് അത് ക്ലിക്കുമായി. അത്തരത്തിൽ തന്നെ അദ്ദേഹം ഇനിയും ബാക്കിയുള്ള കേന്ദ്രമന്ത്രിമാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഇൻസ്റ്റയിൽ സജീവമാണ്. BJP നേതാക്കളും കേന്ദ്രമന്ത്രിയും എല്ലാം സജീവമാണ്. മാത്രമല്ല ജസ്റ്റിൻ, പ്രധാനമന്ത്രി ആ ദിവസം അദ്ദേഹത്തിൻ്റെ ലൈവ് ഉണ്ടല്ലോ, മറ്റേ ഇത് ഈ മൊബൈൽ ലൈവ് ഉണ്ടല്ലോ, അത് ഒരു പ്രത്യേക ആംഗിളിൽ നിന്നാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. സെൽഫി മോഡ്, അതൊരു പ്രത്യേക മോഡിലാണ് എടുത്തിരിക്കുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മൾ ഈ ടെക്നിക്കലി കൂടുതൽ അറിയാത്തവർ നമ്മൾ ചുമ്മാ ഇങ്ങനെ ഫോൺ പിടിച്ച് സെൽഫി എടുക്കുന്ന ഒരു രീതിയാണത്. അത് പക്ഷേ അദ്ദേഹം അങ്ങനെ സ്വയം ചെയ്താണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം മോദിയെ പോലെ ഒരാൾക്ക് ഒരു ഫോൺ വെച്ച് ഒരു സെൽഫി എടുക്കാൻ പാടില്ലാത്തതുകൊണ്ടല്ല, അല്ലെങ്കിൽ അതിന് ആളില്ലാഞ്ഞിട്ടുമല്ല. അപ്പം എന്താണ്, ഒരു നാച്ചുറാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് അദ്ദേഹം ആ ഒരു തന്ത്രം അവിടെ ഉപയോഗിച്ചു. അത് ക്ലിക്കായി. അങ്ങനെ അത്തരത്തിൽ എല്ലാം കൊണ്ടും അതിന്റെ എല്ലാ വശവും അദ്ദേഹം കൃത്യമായി ഉപയോഗിച്ചു. അതാണ് ഇപ്പോൾ ഇത്രയും വലിയൊരു സ്വീകാര്യതയ്ക്ക് കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിലും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലൊക്കെ നടന്ന ഈ നീറ്റ് പരീക്ഷയെ ബന്ധപ്പെട്ട വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളിലൊക്കെ തന്നെ ഒരുപാട് പേര് മോദിയെ അൺഫ്രണ്ട് ചെയ്യണമെന്നൊക്കെ ഉള്ള ആഹ്വാനങ്ങൾ സോഷ്യൽ മീഡിയയിൽ പലരും ഉയർത്തുന്നുണ്ടായിരുന്നു. പക്ഷേ നേരെ തിരിച്ചാണ് സംഭവിച്ചതെന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. വെറും 4 ദിവസം കൊണ്ട് 40 ലക്ഷം ഫോളോവേഴ്സ്. 40 ലക്ഷം ഫോളോവേഴ്സ് എന്ന ചെറിയ കാര്യമല്ല അത്. 40 ലക്ഷം വ്യക്തികളാണത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ അദ്ദേഹത്തിൻ്റെ ഭരണപരിഷ്കാരങ്ങളും അദ്ദേഹത്തിൻ്റെ ഭരണ രീതികളും അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിലെ സജീവ ഇടപെടലും ഒക്കെ തന്നെ അത് അദ്ദേഹത്തിന് ഏറെ നേട്ടമായി മാറുന്നു. അത് ശ്രദ്ധ പിടിച്ച് പറ്റുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ്. കാരണം നമ്മുടെ ഇനി ഈ ഇലക്ഷന് നമ്മൾ തെരഞ്ഞെടുപ്പിൽ എന്നും വോട്ടുകൾ നിർണായക ഘടകമാകുന്ന യൂത്തിൻ്റെ വോട്ട് എന്നും നിർണായക ഘടകമാണ്. അപ്പോൾ ഈ തരത്തിൽ യൂത്തിന്റെ പൾസ് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ അവരുടെ നടുക്ക് നിൽക്കണം, യൂത്തിന്റെ നടുക്ക് നിൽക്കണം. നേതാക്കന്മാർക്ക് ഇല്ലാത്തതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇടപെടൽ നടത്തുമ്പോൾ കൃത്യമായിട്ട് യൂത്തിന്റെ പൾസ് അറിയാൻ അദ്ദേഹത്തിന് സാധിക്കാം.
അപ്പോൾ അദ്ദേഹം ഒരുപക്ഷെ ഇപ്പം ചെയ്തൊരു തെറ്റാണെന്ന് തോന്നുന്ന ഒരു കാര്യം പിന്നീട് തിരുത്തണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു പൾസ് തിരിച്ചറിഞ്ഞ് അദ്ദേഹം തിരുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനൊരു പോസിറ്റീവ് സപ്പോർട്ട് കിട്ടും. അപ്പോൾ അത്തരത്തിൽ കൃത്യമായിട്ട് അതിൻ്റെ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തുമ്പോൾ എന്താണ് അത് അത്രത്തോളം തന്നെ അതിലെ നേട്ടം പരമാവധി ഉപയോഗപ്പെടുത്താനാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മുടെ നാട്ടിലെ പല നേതാക്കന്മാരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പരമാവധി ഇതിലുള്ള തെറി വിളിക്കാനാണ് ഇത് ഉപയോഗിക്കാറുള്ളത്. തെറി വിളിക്കാനും അല്ലെങ്കിൽ വിമർശിക്കാനും വളരെ മോശമായ ഭാഷയിൽ വിമർശിക്കാനും ഒക്കെ ഈ കടന്നൽ സംഘങ്ങളൊരു ഉണ്ടാക്കുക പല നേതാക്കന്മാരുടെ രീതി അങ്ങനെയാണല്ലോ. പക്ഷെ മോദി ഇവിടെ വ്യത്യസ്തനാവുകയാണ്. അദ്ദേഹം തൻ്റെ ആശയങ്ങൾ എങ്ങനെ ഭംഗിയായി സോഷ്യൽ മീഡിയയിലൂടെ എത്തിക്കാം എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം ഒരു അതിവിദഗ്ധനാണ്. അദ്ദേഹത്തിന് ഒരുപക്ഷെ നരേന്ദ്രമോദിയെപ്പോലെ ഇത്രയും രാഷ്ട്രതലവന്മാരെ വ്യക്തിബന്ധമുള്ള മറ്റൊരാളുണ്ടോ എന്ന് സംശയമാണ്. അദ്ദേഹം എല്ലാവരുമായിട്ടും ഒരു ഔപചാരിക ബന്ധമല്ല, എല്ലാവരും വ്യക്തിബന്ധമാണ് അദ്ദേഹത്തിന്. അതിൻ്റെ ഇടപെടൽ രീതി, അതിൻ്റെ ബോഡി ലാംഗ്വേജ്, അദ്ദേഹം അവരെ കാണുമ്പോൾ അഭിവാദ്യം ചെയ്യുന്നതൊക്കെ തന്നെ മറ്റേ നമുക്കറിയാമല്ലോ. അവരിങ്ങനെ വെറുതെ പേരൻ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നു, സ്ലോ മോഷനിൽ ഇങ്ങനെ കൈയടിക്കുന്നു, വല്ല പ്രത്യേക രീതിയിൽ ഷേക്ക് ഹാൻഡ് ചെയ്തു, അങ്ങനെയൊന്നും അല്ലാതെ നരേന്ദ്രമോദി വളരെ ഇൻഫോർമലായി ഇടപെടുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹത്തിന് ഈ ലോക നേതാക്കളുമായി അദ്ദേഹത്തിന് വളരെ ഈ വ്യക്തിബന്ധം കാത്തുസൂക്ഷിക്കാൻ കഴിയുന്നത്. ഇവിടെ അദ്ദേഹം കേന്ദ്രമന്ത്രിമാർ കൊടുത്തൊരു നിർദ്ദേശമുണ്ട്, റീലുകളിലൂടെ വികസന പ്രവർത്തനങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ റീലുകളിലൂടെ പ്രചരിപ്പിക്കണം എന്നുള്ള. റീലുകൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലല്ല, പ്രത്യേകിച്ച് ഇത്രയധികം ഫോളോവേഴ്സ് ഉള്ള ഒരു നേതാവിനെ സംബന്ധിച്ച് അദ്ദേഹം ചെയ്യുന്ന ഈ റീല് അല്ലെങ്കിൽ പാർട്ടിയുടേത് അങ്ങനെ എന്തോ ആയിക്കോട്ടെ, റീലുകൾക്ക് ഭയങ്കര ഒരു വ്യാപ്തി ഉണ്ടാകും. നമ്മളിപ്പം CJP പ്രതിഷേധം നോക്കുകയാണെങ്കിൽ തന്നെയും അതിൽ സോഷ്യൽ മീഡിയ വലിയൊരു ഘടകമായിരുന്നു. ഈ സപ്പോർട്ട് ഇവർ ഈ CJPക്ക് പിന്തുണ കിട്ടുന്നതിൽ വലിയൊരു ഘടകമായിട്ട് സോഷ്യൽ മീഡിയ മാറിയിട്ടുണ്ട്, ഇൻസ്റ്റഗ്രാം മാറിയിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിലെ പല പോസ്റ്റുകൾ ഇതിപ്പം ഒന്നും അറിയാത്തവരെ സംബന്ധിച്ചും ഇത്തരത്തിൽ ഇത് ഷെയർ ചെയ്യുമ്പോഴത്തേക്കും അവരുടെ ഉള്ളിലേക്ക് എന്താണ് ആശയം എന്നൊന്ന് ഉള്ളിലേക്ക് എത്തിപ്പെടാനായിട്ട് ഈ ഒരു സംവിധാനം കൃത്യമായിട്ട് ഉപകരിച്ചു. അപ്പം മോദിയുടെ ഒരു പക്ഷത്തെ തന്ത്രവും ഇവിടെ അത് തന്നെ ആയിരിക്കാം. ഇപ്പോൾ പൊളിറ്റിക്സ് ഒന്നും അറിയാത്ത നമ്മുടെ ആളുകൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. BJP ഇഷ്ടമില്ലാത്തവരുണ്ടാകാം, അല്ലെങ്കിൽ നിഷ്പക്ഷ രാഷ്ട്രീയം സ്വീകരിക്കുന്നവരുണ്ടാകാം. ഇങ്ങനെ ഇവരെല്ലാം തന്നെ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമാകുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ഈ പാർട്ടിയുടെ നയങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, ഇതൊക്കെ കൃത്യമായിട്ട് അത്തരത്തിൽ റീലുകളിലൂടെ അവതരിപ്പിക്കുമ്പോൾ ഈ പറഞ്ഞ ആളുകളിലേക്ക് അത് നേരിട്ട് എത്തിച്ചെല്ലും. ഇതൊക്കെ തന്നെയും എന്തുകൊണ്ടും ഈ പിന്നീടാണെങ്കിലും വോട്ടിലൊക്കെ ഇത് വളരെ നിർണായകമായിട്ട് മാറാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ്. അത് മാത്രമല്ല, നമ്മൾ ഈ ഇപ്പോൾ സമരം ഡൽഹിയിലും ഇന്ത്യയിലൊക്കെ നടന്ന ഈ വിദ്യാർത്ഥി ചെറുപ്പക്കാരുടെ ന്യൂജൻ സമരം ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ഇതിന് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ട് ഈ സമരത്തിന്. കാരണം നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെ അഡ്രസ്സ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ അത്രത്തോളം വിജയിച്ചോ എന്ന് സംശയമാണ്. ഇവർ പലരും ഇപ്പോഴും പഴയ കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്. എനിക്കൊരിക്കൽ വിചിത്രമായ അനുഭവം ഉണ്ടായത് 2 വർഷം മുമ്പ് ഒരിക്കൽ ഞാൻ എൻ്റെ ഒരു സുഹൃത്തുമൊത്ത് ഒരു പ്രമുഖ കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവായിട്ട് അദ്ദേഹത്തിനെ കാണാൻ ഒരു ആവശ്യം പോയപ്പം എൻ്റെ കൂടെ സുഹൃത്ത് ഞാൻ വാട്സപ്പ് ചെയ്ത് തരാം എന്ന് പറഞ്ഞു. ഞാൻ വാട്സപ്പ് ഇട്ട് തരാമെന്ന്. അയ്യോ എനിക്കൊന്നും അറിയില്ല. അദ്ദേഹം മൊബൈലെടുത്ത് കാണിക്കുകയാണ്, കയ്യിരിക്കുന്ന ഐഫോണിൻ്റെ ഏറ്റവും പുതിയ മൊബൈലാണ്. അദ്ദേഹത്തിന് വാട്സപ്പേ അറിയില്ല. അപ്പോൾ ഈ മൊബൈൽ അദ്ദേഹം പറഞ്ഞാൽ ഞാൻ ഫോൺ ചെയ്യാനും ആരെങ്കിലും വിളിച്ചാൽ എടുക്കാനും മാത്രമാണ് ഇത് ഉപയോഗിക്കാറുള്ളതെന്നാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിലൊരു അവസ്ഥ. ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ച് മറ്റൊരാളാട്ടെ നമ്മുടെ നാട്ടിൽ ചെയ്യാറുള്ളത് ആരെങ്കിലും ഏൽപ്പിക്കും. എൻ്റെ സോഷ്യൽ മീഡിയ നീ അങ്ങ് നോക്കിക്കൊന്ന് പറയും. പലപ്പോഴും ഈ നേതാക്കന്മാർ കുടുങ്ങിപ്പോയിട്ടുള്ളത് ഈ ഏൽപ്പിച്ച ആൾ ചിലപ്പോൾ കൃത്യമായ ധാരണയൊന്നും ഇല്ലാതെ വളരെ മോശമായ രീതിയിൽ ഈ നേതാവിനെ തന്നെ പിന്നീട് ദുരന്തമായി മാറുന്ന അവസ്ഥയിലൊക്കെ ഇവർ പോസ്റ്റിൽ അടിച്ചുവിടും. അത് ദുരന്തമല്ലെങ്കിൽ പോലും പത്മജ വേണുഗോപാലിൻ്റെ അവസ്ഥ നമ്മളൊന്ന് ഒരു ഉദാഹരണം. അതെ അവര് പാർട്ടി മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് പേജ് കൈകാര്യം ചെയ്യുന്ന അഡ്മിൻ ഇട്ടിരുന്ന പോസ്റ്റ് അത് ഭയങ്കര വൈറലായി. അതെ അയാൾ പാർട്ടി വിട്ടിരുന്നില്ലെന്ന് തോന്നുന്നു, അല്ലെ? അങ്ങനെ എന്തോ അല്ലേ, ED വന്നാൽ പോവല്ല, എനിക്ക് മറ്റു രക്ഷയില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ പോസ്റ്റ്. അപ്പോൾ അത്തരത്തിൽ അത് ഏൽപ്പിച്ചവർ പിന്നെ നമുക്ക് സ്വയം പാരയായി മാറുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടായി. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് കോൺഗ്രസിലെ നേതാക്കൾ ഒരു പരിധി വരെ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. CPM ആണ് പിന്നെയും ഇത്തരത്തില് കോൺഗ്രസ് യുവതലമുറ ഭംഗിയായിട്ട് സെക്കൻഡ് ജനറേഷൻ ഉണ്ടല്ലോ, അവർ ഭംഗിയായ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട്. അതൊരു ഉദാഹരണം പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മുടെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എല്ലാം മാറ്റി നിർത്തിയാൽ അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ കൃത്യമായിട്ട് കാര്യങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ വീഡിയോ കിട്ടുന്ന ഒരു റീച്ച് അതിന്റെ ഒരു കാരണം ആ സാധ്യത അദ്ദേഹം അവിടെ പരമാവധി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ മോദിയുടെ കാര്യത്തിൽ എടുത്തു കഴിഞ്ഞാലും അദ്ദേഹം ആ സാധ്യതയെ പ്രയോജനപ്പെടുത്തി എന്നുള്ളതാണ്. സാധ്യതകളെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് ഒരു രാഷ്ട്രീയം സാധ്യതകളുടെ കലയാണ്, അറിയാമല്ലോ. സാധ്യതകളാണ് രാഷ്ട്രീയം നമ്മൾ പൊതുവെ പറയുന്നത്. ഇതിലെ ഇന്നത്തെ ഏറ്റവും വലിയ സാധ്യതയാണ് ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ ഈ എന്താണ് കവല പ്രസംഗങ്ങൾ. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ യോഗം വയ്ക്കുമല്ലോ എല്ലായിടത്തും.
അവിടെ പ്രസംഗിക്കുന്നു. അപ്പോൾ അങ്ങനെ പ്രസംഗിച്ചാണ് വലിയ നേതാവാകുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് പീതാംബരക്കുറുപ്പ് അല്ലെങ്കിൽ കണിയാമ്പരൻ രാമേന്ദ്രൻ എന്ന് പറഞ്ഞ് വലിയ പ്രസംഗമാണ്. നമ്മൾ എത്ര നേരം വേണമെങ്കിലും അത് അവരെ പ്രസംഗം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, എല്ലാ ആളും വരും. വലിയ പ്രമുഖ നേതാക്കൾ ഇപ്പോൾ കെ കരുണാകരൻ ഒരു യോഗത്തിൽ വരെ താമസിക്കണേ പീതാംബരക്കുറുപ്പ് അങ്ങനെ പ്രസംഗിച്ചുകൊണ്ടാൽ മതി എന്ന് പറയും. അപ്പോഴേക്കും അവരെ എത്തിക്കോളും. എത്ര നേരം വേണമെങ്കിലും പ്രസംഗിക്കാൻ പറ്റും. കണിയാമ്പരൻ രാമേന്ദ്രനൊക്കെ ആ ഒരു അസാമാന്യ കഴിവുള്ളവരാണ്. പക്ഷേ ഇന്ന് കാലം മാറിയിരിക്കുന്നു. ഇന്ന് നമ്മൾ എത്തിച്ചിട്ടുണ്ട്. ഇന്ന് ഈ ഇത്തരം കവല ചടങ്ങുകൾ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമേ ഉള്ളൂ. അതെ, മാത്രമല്ല നമ്മൾ ഈ കവല പ്രസംഗങ്ങളിൽ എത്ര നേതാക്കളുടെ മുഖം നമുക്ക് ഓർമ്മയിക്കാൻ കഴിയും. കാരണം നമ്മൾ യാത്ര ചെയ്യുന്നവരാണെങ്കിലും അല്ലാതെ പുറത്തോട്ട് ഇറങ്ങുന്നവരും നമ്മുടെ മിനിറ്റുകൾക്ക് വിലയുണ്ട്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. അന്നേരത്തെ ഒരു സാമൂഹിക സാഹചര്യം ഇന്ന് വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ ഈ മിനിറ്റുകൾക്ക് വിലയുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ കവല പ്രസംഗങ്ങളിൽ പ്രസംഗിക്കുന്ന ഇത് എന്താണെന്ന് മനസ്സിലാകുന്നതുകൊണ്ട് നമ്മളത് നിന്ന് കേട്ട് നമ്മൾ അത്രയും സമയം അവിടെ നമ്മൾ ഒഴുകി കളയണം. അതിന് സമയമില്ലാതെ കൊണ്ട് സ്വാഭാവികമായിട്ട് ഈ ഒരു അല്ലെങ്കിൽ ചാനൽ ചർച്ചയിൽ അവർ രാത്രി അതിലും മുടക്കാം. ചാനൽ ചർച്ചയിലൂടെ ആൾക്ക് മിടുക്കന്മാരാൻ പറ്റും, മിടുക്കന്മാരായി മാറാം. പക്ഷേ ഇന്നിപ്പം നമ്മൾ മുഖ്യധാര ചാനലുകൾ പോലും പലരും അവർ ലാഭം ഉണ്ടാക്കുന്നത് യൂട്യൂബിലൂടെയാണ്. അവരെ ചാനലിൽ കിട്ടുന്നതിനേക്കാളും പണം കിട്ടുന്നത് അവരുടെ ഈ ഇത്തരം പരിപാടികൾ ചർച്ചകളൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ ബൈറ്റുകളാക്കിയിട്ട് ഇട്ടിട്ടാണ് റീൽസാക്കി. എല്ലാ ചാനലുകൾക്കും സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ അവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതിന്റെ കാരണം റീച്ചിന് പ്രാധാന്യം കിട്ടുക എന്നുള്ളത് തന്നെയാണ്. ഇവിടെയും പ്രധാനമന്ത്രിയുടെ കാര്യത്തിലും അത് തന്നെയാണ്. അദ്ദേഹം ടെക്നോളജിക്ക് അനുസരിച്ച് വളർന്നു, അദ്ദേഹം കൃത്യമായി പ്രയോജനപ്പെടുത്തി, അതിന്റെ നേട്ടം അദ്ദേഹത്തിന് ഉണ്ടാവുകയും ചെയ്തു. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മളിനി ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് പോലുള്ള BJPയുടെ നിർണായക തെരഞ്ഞെടുപ്പ് മുന്നോട്ട് വരാൻ കിടക്കുകയാണ്. അപ്പോൾ സമയം ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഇതിനെല്ലാം മുന്നേ തന്നെ കൃത്യമായിട്ടുള്ള ഒരു വേദി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരു പക്ഷേ ഇപ്പോൾ അയോധ്യയിലുണ്ടായ ആ സംഭവങ്ങളൊക്കെ തന്നെ പണം തട്ടിപ്പുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ ഒരുപക്ഷെ BJPക്ക് ദോഷകരമായി മാറാൻ സാധ്യതയുണ്ടെന്നാണ് ആയിരിക്കാം BJP നേതൃത്വം വിലയിരുത്തുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു തടയിടുക, അതിന് കൃത്യമായ പാർട്ടിയുടെ വിശദീകരണം എന്താണെന്ന് കൊടുക്കുക, ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുക, ഇതൊക്കെ വളരെ സജീവമായി. നരേന്ദ്രമോദി സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു പ്രൊഫഷണലാണ്, പക്ക പ്രൊഫഷണലാണ്. ഇപ്പോൾ നമ്മളൊരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഈ ഒരു വിവാദം BJP, അയോധ്യ വിവാദം BJP വല്ലാതെ ബാധിക്കുന്നു എന്ന് പറയാം. ഇതേപോലെ നമ്മൾ ശബരിമല വിവാദം CPM-നെ ഇവിടെ ബാധിച്ചിട്ടുണ്ട്. CPM ഇവിടെ ചെയ്യുന്നത് എന്താ? ഇങ്ങനൊരു വിഷയം വരുമ്പോൾ ആദ്യം വീട് കയറി പ്രചാരണം, അല്ലെങ്കിൽ ഒരു കവലയിൽ വിശദീകരണ യോഗം വിളിച്ചു കാണും. ഇതിനെന്ത് റീച്ച് കിട്ടും? അല്ലെങ്കിൽ എത്ര പേരിലേക്ക് അവരുടെ ഈ വാദം ചെല്ലും? അതിന് പകരം ഈ പറഞ്ഞ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഇവരുടെ ഒരു വിശദീകരണം ഒരു വീഡിയോ ചെയ്തൊരു റീലായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത് എത്ര പേരിലേക്ക് ചെല്ലും? കുറച്ച് പേരുടെ എങ്കിലും നമുക്ക് എല്ലാവരുടെ മനസ്സ് മാറണമെന്നില്ല, എങ്കിലും കുറച്ച് പേരുടെയെങ്കിലും ഉള്ളിലുള്ള ഒരു തെറ്റിദ്ധാരണ, അതിൽ സത്യമുണ്ട്, ഈ ചെയ്യുന്ന വീഡിയോയിൽ സത്യമുണ്ടെങ്കിൽ തെറ്റിദ്ധാരണ മാറാം. അവരുടെ അതുവരെ ചിന്തിച്ചു വെച്ചിരുന്ന പല കാര്യങ്ങളും മാറ്റിയെടുക്കാൻ ഇത്തരം വലിയ പ്രാധാന്യം. നിയോജക മണ്ഡലങ്ങൾ, അസംബ്ലി ആണെങ്കിലും പാർലമെന്റ് ആണെങ്കിലും തന്നെ അവിടുത്തെ ജനങ്ങൾ അവരുടെ ആവശ്യങ്ങൾ, അവരുടെ പ്രതിസന്ധികൾ, പ്രശ്നങ്ങളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ കൊടുക്കുമ്പോൾ ഇത് കണ്ട് അവിടുത്തെ ജനപ്രതിനിധികൾക്ക് എല്ലാം അറിയാൻ പറ്റില്ല. അവർക്ക് വളരെ പെട്ടെന്ന് നടപടിയെടുക്കാൻ സാധിക്കും, ഇവിടെ ഇതിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കും. അത് സത്യമാണ്. ഇപ്പം പലയിടത്തും നമ്മൾ തന്നെ ഇന്ന് ഇപ്പം TV ചാനലുകൾ പോലെ ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വരുന്ന പോസ്റ്റുകളും അത്തരം റീൽസും ഒക്കെ തന്നെയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും സോഷ്യൽ മീഡിയ കണ്ടന്റുകൾ പലതും വാർത്തയാകുന്നു, ഇങ്ങോട്ട് മാറുന്നു. അത് നമ്മൾ TV ചാനൽ നമുക്കറിയാം, ക്യാമറയൊക്കെ എടുത്തുകൊണ്ട് പോയാൽ സമയം എടുക്കുന്നത്. ഒരു വഴിയിലൊരു സംഭവം ഉണ്ടായി പെട്ടെന്ന് അടുത്ത് ഒരാൾ മൊബൈലിൽ അതങ്ങ് ചിത്രീകരിച്ച് കഴിഞ്ഞാൽ അയാളെ സോഷ്യൽ മീഡിയയിൽ ഇടുന്നു, ഇത് പിന്നെ അങ്ങ് തരംഗമായി മാറുന്നു. അപ്പോൾ അതിൻ്റെ സാധ്യതകളെ കണ്ടെത്തുക എന്നുള്ളത്, ഈ സാധ്യതകളുടെ കലയാണ് രാഷ്ട്രീയം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, അത് നരേന്ദ്രമോദി ഇത് ഫലപ്രദമായി തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്ന വരും തെരഞ്ഞെടുപ്പുകളിലും ഒക്കെ തന്നെ അദ്ദേഹം അത് കൃത്യമായി തൻ്റെ ജോലി നിർവഹിക്കുന്നുണ്ട്. മാത്രമല്ല എല്ലാ കാര്യത്തിലും കണ്ടില്ല, അദ്ദേഹം ഒരു പ്രൊഫഷണൽ ലുക്കാണ് എല്ലാ കാര്യത്തിലും. നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ വേഷത്തിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രസംഗ രീതിയിലാണെങ്കിലും എല്ലാത്തിനും അദ്ദേഹം ലോക നേതാക്കൾക്കൊപ്പം തലയെടുപ്പോടുകൂടി എല്ലാ കാലത്തും ഇന്ത്യ പ്രധാനമന്ത്രിക്ക് അങ്ങനെ നിൽക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പം നെഹ്റു ഒക്കെ ഉണ്ടായിരുന്നു, ഇന്ദിരാഗാന്ധിയൊക്കെ ഉണ്ടായിരുന്ന സത്യമാണ്. എങ്കിൽ പോലും ഈ ലോക നേതാക്കൾക്കൊപ്പം അവരെ തലപ്പൊക്കത്തോടുകൂടി അവർക്കൊപ്പം നിൽക്കുകയും അവരുടെ അടുത്ത് ഈക്വൽസായി നമ്മൾ തുല്യരാണെന്ന് രീതി പെരുമാറുക എന്നുള്ള ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലാണ്. അക്കാര്യത്തിൽ നരേന്ദ്രമോദി വളരെ മുന്നിട്ട് നിൽക്കുന്നു. ഈ ഇത്രയും 10 കോടിയിലധികം അദ്ദേഹത്തിന് ഫോളോവേഴ്സ് ഉണ്ടെന്ന് പറയുമ്പോൾ അത് മുഴുവൻ ഇന്ത്യക്കാരായിരിക്കണമെന്നില്ല. അത് തീർച്ചയായും വിദേശ രാജ്യങ്ങളും അദ്ദേഹത്തിന് ഒരുപാട് ആരാധകരുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയായി മാറുകയാണ്. അപ്പോൾ ഏതായാലും നരേന്ദ്രമോദി സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ലോകത്ത് എവിടെ പോകുമ്പോഴേ, എല്ലാ രാജ്യത്ത് സന്ദർശിക്കുമ്പോഴും അവിടെ വലിയ തോതിലുള്ള ജനങ്ങളുടെ ഒരു വരവേൽപ്പ് അദ്ദേഹത്തിന് ലഭിക്കാറുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ അതിലൊക്കെ തന്നെ പുതിയ തലമുറ ചെറുപ്പക്കാർ ഇഷ്ടം പോലെയുണ്ട്. അതൊക്കെ ഒരു പക്ഷേ ഈ ഒരു അദ്ദേഹത്തിൻ്റെ ഈ സോഷ്യൽ മീഡിയയിലുള്ള അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രവർത്തനങ്ങളുടെയും കൂടി ഫലമായിട്ടായിരിക്കണം എന്ന് തന്നെ വേണം. നിങ്ങളുടെ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ്. അതെ.